ഈ പാർട്ടി പിണറായി വിജയന്റെ പാർട്ടിയായി മാറി. ഇത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊന്നുമല്ല. പിണറായി വിജയന്റെ വിടുവല്ല ചെയ്യുന്ന കുറെ ആളുകളുടെ സംഘമായി ഇത് മാറി. കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു വിശാലവും ദീർഘവീക്ഷണത്തോടു കൂടിയുമായ കേരള വികസനത്തിന്റെ കാഴ്ചപ്പാട് മുന്നോട്ടേക്ക് വെച്ചത് ഒന്നാമത്തെ പിണറായി സർക്കാരാണ്. നവകേരളം എന്നുള്ള ആശയം മുന്നോട്ടേക്ക് വെച്ച് കേരളം നാളിതുവരെ നേടിയിരിക്കുന്ന പുരോഗതിയെ നമുക്കിവിടെ നിൽക്കാൻ കഴിയില്ല, ഇതിനേക്കാൾ കുറെ കൂടി കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഈ ധാരണ വെച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ പല രൂപത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സമീപിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ദീർഘവീക്ഷണമുള്ള ഒരു സർക്കാർ അധികാരത്തിൽ വന്നത് ഒന്നാം പിണറായി സർക്കാർ അധികാരമേറ്റപ്പോഴാണ്. അദ്ദേഹം പറഞ്ഞ വാചകമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ റിവൈൻഡ് ചെയ്ത് കേൾപ്പിക്കാവുന്നതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞതാണ്. അപ്പൊ എന്റെ ചോദ്യം, ആദ്യത്തെ മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്ത EMS നമ്പൂതിരിപ്പാടിന് ദീർഘവീക്ഷണം ഉണ്ടായിരുന്നില്ല, EK നയനാർക്ക് ഈ ദീർഘവീക്ഷണം ഉണ്ടായിരുന്നില്ല, അതുപോലെ VS അച്യുതാനന്ദനും ഉണ്ടായില്ല. ഈ 3 CPM മുഖ്യമന്ത്രിമാർക്ക് ദീർഘവീക്ഷണം ഇല്ലാതിരുന്നപ്പോൾ പിണറായി വിജയന് മാത്രമുണ്ടായ ദീർഘവീക്ഷണമാണ് ഇവർ കൊട്ടിഘോഷിക്കുന്നത്. അതല്ല ഉദ്ദേശം. കഴിഞ്ഞ കുറെ കാലങ്ങളായി കേരളത്തിലെ PRD വകുപ്പ് എന്ന് പറഞ്ഞാൽ പബ്ലിക് റോബറി ഡിപ്പാർട്ട്മെന്റായി മാറിക്കൊണ്ടിരിക്കുക. കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ മാർഗങ്ങൾ ഉപയോഗിക്കാമോ അതിനു വേണ്ടിയിട്ടുള്ള ഒരു മാധ്യമമായിട്ട് PRD വകുപ്പ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടുത്തെ വിമർശനം. ഇപ്പൊ സർക്കാരിന്റെ മുമ്പിൽ പാർട്ടി മുന്നോട്ട് വെച്ച ഒരു സർവേ പൊതുഖജനാവിൽ നിന്ന് ഫണ്ട് ചെലവഴിച്ച് ഇവർ നടത്താൻ തീരുമാനിച്ചു. അതാണ് ഇവിടെ ഹൈക്കോടതി ചെവിക്ക് പിടിച്ച് കൊണ്ടുവന്നത്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴുള്ള നിങ്ങളുടെ ഇത്തരം പൊറാട്ട് നാടകങ്ങൾ മുൻപും കണ്ടിട്ടുള്ളതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നിങ്ങൾ നവകേരള സദസ് ഉണ്ടാക്കി. എന്തായിരുന്നു? വടക്കേ അറ്റത്ത് നിന്ന് തെക്കേ അറ്റത്തേക്ക് നിങ്ങൾ 1,05,00,000 ആഡംബര വാഹനത്തിൽ സഞ്ചരിക്കുന്ന കക്കൂസ്, 360 ഡിഗ്രി തിരിയുന്ന കസേര, എന്തൊക്കെ പരിപാടിയായിരുന്നു. മ്യൂസിയത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു ബസ്സിൽ കാഴ്ച ബംഗ്ലാവ് ഒരുക്കിക്കൊണ്ട് കേരളത്തിലെ മന്ത്രിമാർ യാത്ര ചെയ്യുന്നു. എന്നിട്ട് AK ബാലനെ പോലുള്ള ആളുകൾ പറയാ ഇതുകൊണ്ട് മ്യൂസിയത്തിൽ വെച്ച കേരളത്തിന്റെ സാമ്പത്തിക പരാധീനത മൊത്തം അതിജീവിക്കാൻ പറ്റും. കാരണം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ടൂറിസ്റ്റുകൾ കടന്നു വരില്ലേ മന്ത്രിമാർ സഞ്ചരിച്ച ഈ അത്ഭുത വാഹനം കാണാൻ. ഇപ്പൊ എവിടെയുണ്ട് സാറേ ഈ വണ്ടി? എവിടെയുണ്ട്? അടിക്കടി കേരളത്തിലെ ധനമന്ത്രി പറയില്ല മുണ്ട് മുറിച്ചു കൊടുക്കാൻ. എന്നാ പിന്നെ ഈ വണ്ടിയുടെ ഗേറ്റ് മറ്റേ ഡോറിന്റെ അടുത്ത് പോയി പിരിവെടുത്താൽ പോരെ ധനമന്ത്രിക്ക് കേരളത്തിന്റെ സാമ്പത്തിക പരാധീനത പരിഹരിക്കാൻ? എപ്പോഴും RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കുക അല്ലാതെ എന്ത് ചെയ്യാം.